പോലീസുകാർ കൊണ്ടുപോയി ഇടിച്ചു നുറുക്കി കാണത്തില്ലയോ? ഇനി തിരിച്ചു വന്നാൽ തന്നെ എന്തോന്നിന് കൊള്ളാത്തടി. എന്റെ സംശയം വേറെയാ. അല്ലെങ്കിൽ തന്നെ ഗിരിക്ക് ആ പെണ്ണിനെ കൊല്ലേണ്ട കാര്യം എന്താ? ശ്യാം സാറാണല്ലോ. ഇതേതാ ഈ പെണ്ണ്? എന്നോടുള്ള അവളുടെ പെരുമാറ്റത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. അച്ഛൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഇപ്പോഴേ നമ്മളിവിടെ ശ്യാമുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളിവിടെ വന്ന് ഒളിഞ്ഞു നിന്നതിനകത്തിന് നമ്മൾ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോ വല്ലാത്തൊരു പരവേശത്തോടു കൂടി അവള് മുകളിലോട്ട് കയറിപ്പോയത് നീ ശ്രദ്ധിച്ചില്ലേ? അച്ഛൻ നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലേ അവക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ മോക്ക് എന്താ അച്ഛായ മനുഷ്യനെ എങ്ങനെ ഇട്ട് തീ തെറ്റിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. നീ കിടന്ന് ബഹളം കൂട്ടണ്ട. അവളെ നല്ലവണ്ണം ഒന്ന് ശ്രദ്ധിച്ചോണം. തഞ്ചത്തി കൂടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കണം. തൽക്കാലം ഞാൻ പറഞ്ഞൊന്നും അവൾ അറിയണ്ട. എന്റെ ഗംഗമോളെ, നമ്മുടെ ഗിരിമോൻ ഈ ഗതി വന്നല്ലോ. കളിച്ച് ചിരിച്ച് ഓടി നടന്നിരുന്ന ഒരു കുഞ്ഞാ. അല്ലൽ എന്താണെന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല. ഞാനും അതെ, അപ്പേട്ടനും അതെ. ഇപ്പൊ ഇതാണ്ട് കണ്ട പോലീസ് ലോക്കപ്പിലൊക്കെ കിടക്കുന്നു. അതിന്റെ ഒരു വിധിയെ. ഇന്നോളൊരു ഈർക്കൽ തുമ്പ് കൊണ്ടുപോലും ആരും അവനെ തൊട്ടിട്ടില്ല. ആ സ്ഥാനത്ത് പോലീസുകാർ കൊണ്ടുപോയി ഇടിച്ചു നുറുക്കി കാണത്തില്ലയോ? ഇനി തിരിച്ചു വന്നാൽ തന്നെ എന്തോന്നിന് കൊള്ളാത്തടി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് വിശ്വസിക്കില്ല. മനുഷ്യന് പോയിട്ട് ഒരെറുമ്പിനെ കൊല്ലാൻ പോലും കഴിയോ നമ്മുടെ ഗിരിമോന്? എന്റെ സംശയം വേറെയാ. അല്ലെങ്കിൽ തന്നെ ഗിരിക്ക് ആ പെണ്ണിനെ കൊല്ലേണ്ട കാര്യം എന്താ? പ്രേമിച്ച് ചതിച്ചത് അവനല്ലല്ലോ, ശ്യാമല്ലേ? ഇത് ചതിയാ ഗംഗമോളെ. സ്വന്തം ആങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആ ശാലിനി ഗിരിമോനെ കൊണ്ട് അങ്ങനെ പറയിച്ചതാ. കാര്യം ശ്യാമ് ഗംഗമോളുടെ ഭർത്താവൊക്കെ തന്നെയാ. ഗിരി ശാലിനിയുടെ ഭർത്താവുവാ. പക്ഷേ അവൾക്ക് സ്വന്തം ഭർത്താവിനേക്കാൾ സ്നേഹവും താല്പര്യവും ഒക്കെ ആങ്ങളയുടെ വരൂ. കാരണം എന്താ? അത് രക്തബന്ധമാ. ഭർത്താവിന് വേണേ വേറെ കിട്ടൂ, പക്ഷെ ആങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ഗംഗമോളെ, നിനക്കറിയാലോ ആ ശാലിനിക്ക് ഭർത്താക്കന്മാര് വാഴത്തില്ല. ഞാനത് ഇവിടെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് മുഖവിലക്കെടുത്തോ? ഇല്ലല്ലോ. എല്ലാരും കൂടി എന്നെ കടിച്ചു കീറാൻ വന്നു. കൊടുക്കതാ കണ്ടില്ലേ, കൊലക്കുറ്റത്തിനകത്ത് പോയിരിക്കുന്നേ. തൂക്കിക്കൊല്ലൻ അല്ലെങ്കിൽ ജീവപര്യന്തെങ്കിലും ഉറപ്പാ. ആർക്ക് പോയി? നമുക്ക്. അവൾക്ക് എന്താ ചെയ്താ? ഈ ജാതകം എന്നൊക്കെ പറയുന്നത് അച്ചട്ടാ മോളെ. ആദ്യം അവളെ കല്യാണം ആലോചിച്ചു വന്ന 3 ചെറുപ്പക്കാർ. ഇപ്പൊ നിന്റെ വയറ്റി കുരുത്ത ആ കുഞ്ഞ് അപ്പോട്ടെ. ഇപ്പതാ ഗിരിമോനും. ഇനി ഈ വീട്ടിൽ അവൾ കാരണം ആർക്കൊക്കെ എന്തൊക്കെയാ വരാൻ പോന്നെന്ന് ആര് കണ്ടു? എന്റെ കരിമുട്ടത്തമ്മേ, നീ തന്നെ കാത്തോളണേ.
അവളുടെ ദൃഷ്ടി ഏൽക്കാൻ പോകുന്നത് നിന്റെ ഭർത്താവിന് തന്നെയായിരിക്കും. എന്റെ മോള് സൂക്ഷിച്ചോ. हेलो हेलो, मे आई स्पीक टू सिस्टर मार्गरेट? कौन है? सिस्टर मार्गरेट। क्या? सिस्टर मार्गरेट। सिस्टर मार्गरेट? वो बाहर गया। बाहर? कब वापस आएगा? मुझे नहीं मालूम, रात में बुलाइए। ക്ലാര കുഞ്ഞെ ഒന്ന് നിന്നേ. എന്താ ക്ലാര കുഞ്ഞെ ടെലിഫോൺ ബൂത്തിൽ നിന്ന് വട്ടം കറങ്ങുന്നേ? ടെലിഫോൺ ബൂത്തിലെ ആൾക്കാർ സാധാരണ വരുന്നത് എന്തിനാ? അതിന് തന്നെ. ബദ്രേം വീട്ടിൽ ടെലിഫോൺ സൗകര്യം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. എന്റെ ഫിലിപ്പോസേ, ഇനി അതിനെപ്പറ്റി ചിന്തിച്ചു കൂട്ടി ഓരോന്ന് എഴുന്നള്ളിക്കാൻ നോക്കണ്ട. ഞാനൊരിടം വരെ പോകാൻ ഇറങ്ങി. ഇവിടം വരെ വന്നപ്പോ വിചാരിച്ചു മദറിനെ ഒന്ന് വിളിക്കാന്ന്. അങ്ങനെ കേറിയതാ. എന്നിട്ട് മദറിനെ വിളിച്ചോ? കിട്ടിയില്ല. മദർ പുറത്തു പോയിരിക്കാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എന്താ ക്ലാര കുഞ്ഞെ, വീട്ടിൽ വല്ല പ്രോബ്ലം ഉണ്ടോ? ഏയ്, ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ. ആ കുഞ്ഞു വല്ല കുലുമാലും ഉണ്ടാക്കിയോ? ഒന്നുമില്ല ഫിലിപ്പോസേ, ഞാൻ പോവാ. വീട്ടിലേക്കാണെങ്കിൽ ഞാൻ കൂടെ വരുന്നുണ്ട്. വല്ല മിണ്ടി പറഞ്ഞൊക്കെ പോവാന്നേ. ഞാൻ വീട്ടിലേക്കല്ല ഫിലിപ്പോസേ. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. എന്തായിരിക്കും ഈ എരണം കെട്ട ഒരു കൊച്ചിനെയല്ലേ എടുത്ത് ഒക്കത്ത് വെച്ചിരിക്കുന്നത്? അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാ കിടക്കുമോ? ഏതായാലും അതുവരെ ഒന്ന് പോയി നോക്കാം. വല്ല ക്ലൂവും തടഞ്ഞാലോ? മോളി ചേച്ചി, മോളി ചേച്ചി, ഇവിടെ അങ്ങ് ആരും ഇല്ലേ? വാതിലും തുറന്നിട്ടിട്ട് മോളി ചേച്ചി ഇത് എവിടെ പോയിരിക്കുക? വല്ല കള്ളന്മാരും വന്ന് കയറി ടിവിയോ ഫ്രിഡ്ജോ ഒക്കെ അടിച്ചു മാറ്റിയത് ആരറിയാനാ? മോളി ചേച്ചി, മോളി ചേച്ചി, ആഹാ, ഒന്ന് പോന്നുണ്ടോ അവിടുന്ന്? ഒരൊറ്റ വീക്ക് ഞാൻ വെച്ച് തരും. ഏത് വല്യപ്പച്ചായി? പിന്നെ നീ പറഞ്ഞ ഉടനെ സാർ എന്നെ പിടിച്ചങ്ങ് ജയിലിടാൻ പോവല്ലേ? ഒന്ന് പോവച്ചേ. ചോക്ലേറ്റ് വാങ്ങി തന്നല്ലോ, ഇനിയും തരല്ലോ. ഓ, ഇത് ഇവിടെ സകലതിനെയും കറക്കി വശത്താക്കിയ ലക്ഷണമാണല്ലോ കർത്താവേ. വിനാശകാലേ വിപരീത ബുദ്ധി. അല്ലാതെ പിന്നെ എന്ത് പറയാനാ?
പടിയുടെ എണ്ണവും കൂടിയോ? സ്നേഹമോളെ, ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? ഏ എനിക്ക് മേടിച്ചതാ. ആഹാ, അല്ല, ശ്ശെ, ഫിലിപ്പോസിന് ഞാൻ ചോക്ലേറ്റ് തരില്ല. വേണ്ട മോളെ, ചോക്ലേറ്റ് മുഴുവനും മോള് തന്നെ തിന്നോ. എങ്കിലല്ലേ വയറിളക്കം പിടിച്ച് ഒടുങ്ങത്തുള്ളൂ. ഫിലിപ്പോസ് അങ്കിൾ എന്താ പറഞ്ഞേ? ഞാൻ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു. ആരോട് പ്രാർത്ഥിച്ചേ? ഉടയ തമ്പുരാനോട്. ഈ ഒടയ തമ്പുരാൻ എവിടെ ഇരിക്കാ? ഓ, തുടങ്ങി ഒടുക്കത്തെ ഒരു സംശയം. പറഞ്ഞതാ ഫിലിപ്പോസ് അങ്കിള്. ഉടയ തമ്പുരാൻ എല്ലായിടത്തും ഉണ്ട്. മോളെ, മോളി ചേച്ചി എവിടെ പോയി? അല്ലിമ്മച്ചി തുണി കഴുവാ. ക്ലാരമ്മയോ? ക്ലാർമ മാർക്കറ്റിൽ പോയിരിക്കാ. എനിക്ക് ഉടുപ്പ് വാങ്ങാൻ. മോളെ, ഇവിടെ ആരെങ്കിലും വഴക്ക് കൂടിയോ? വഴക്കോ? ഞാൻ വല്യമ്മച്ചിയെ വിളിച്ചോണ്ട് വരാം കേട്ടോ. ഇതേതാ ഈ ഫോട്ടോ? ശ്യാം സാറാണല്ലോ. ഇതേതാ ഈ പെണ്ണ്? ഈ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നേ? ക്ലാരക്കുഞ്ഞ് സൂക്ഷിച്ചു വെച്ചതായിരിക്കുമോ? ക്ലാരക്കുഞ്ഞിന് എവിടെ നിന്ന് കിട്ടി? എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ. ഏതായാലും ഇത് എന്റെ തന്നെ ഇരിക്കട്ടെ, ഒരു മരുന്നിന് ഉപകരിക്കും.